ഹായ് ഹലോ എവരി വൺ. ഇത് ലേണിംഗ് വീഡിയോ ആണ്. നമ്മുടെ നെക്സ്റ്റ് ലേണിംഗ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ലേണിംഗ് വീഡിയോ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഞാൻ കാണിക്കുന്നത്, ബട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റീഡ് ചെയ്യാം. ജസ്റ്റ് എലിറ്റ് വേവ് ബേസ്ഡ് ആണ്. കുറച്ച് എലിറ്റ് വേവിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ മീൻസ് കുറച്ചുകൂടി ഡീപ്പ് എങ്ങനെയാണ് നമുക്ക് എലിറ്റ് വേവ് ഡീപ്പായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ബേസ്ഡ് ഒരു വീഡിയോ ആണ്. സോ എല്ലാവരും മാക്സിമം ഫസ്റ്റ് എനിക്കൊരു റിക്വസ്റ്റാണ്, മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ന്യൂ സബ്സ്ക്രൈബർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നിഫ്റ്റി അല്ല സോറി മറ്റേ ഇതിലേക്ക് കിടക്കാം. ഇത് എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചായിരുന്നു, ഈ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ 50 minutes ടൈം ഫ്രെയിമിൽ ഇതെങ്ങനെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് മൂവറായിട്ട് എക്സ്പെരിമെൻ്റൽ വേവ് തിയറി. സോ അതിൻ്റെ കൂടി ഒരു ആൻസറാണെന്ന് പറയാം. ഫസ്റ്റ് നോർമലി നമ്മുടെ എലിറ്റ് വേവ് തിയറിയിലേക്ക് വരിക. എലിറ്റ് വേവ് തിയറിയുടെ നോർമൽ നമ്മുടെ കൗണ്ടിങ് എങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നോർമലി കൗണ്ട് ചെയ്യണം നമ്മളിങ്ങനെയാണ് എപ്പോഴും 1 2 3 4 and 5. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവരും കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരെല്ലാവരും കൂടി ഫസ്റ്റ് പഴയ വീഡിയോ കാണണം. പഴയ വീഡിയോസ് മീൻസ് നമ്മുടെ ലേണിംഗ് വീഡിയോ എൻ്റെ ചാനലിനകത്ത് പോയി നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ലേൺ വിത്ത് ഫർമാൻ. നമ്മുടെ ഇതിൻ്റെ ഹോം വീഡിയോസ് ആൻഡ് പ്ലേലിസ്റ്റിൽ പോവുകയാണ്. റൈറ്റ്, പ്ലേലിസ്റ്റിൻ്റെ ഓപ്ഷനാണ് ഇത്. 4th പ്ലേലിസ്റ്റിൽ ലാസ്റ്റത്തെ നമ്മുടെ ഇതിൽ ലേണിംഗ് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ലേണിംഗ് വീഡിയോസിൽ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ കാണുവാണെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് വരുവാണെങ്കിൽ ഇവിടുന്ന് എലിറ്റ് വേവിൻ്റെ ഈ ഒരു 333 കറക്ഷൻ ഇവിടുന്ന് എലിറ്റ് വേവിൻ്റെ ഇത് സ്റ്റാർട്ടായിട്ട് 1 year ആയി എക്സ്പ്ലനേഷൻ തുടങ്ങിയിട്ട് എലിറ്റ് വേവിൻ്റെ. സോ 3 പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട്. 3 പേര് അതിനകത്ത് അതിൻ്റെ മറ്റേ റിവാർഡ് അതനുസരിച്ച് ഒരുപാട് കിട്ടുന്നുണ്ട്. ഐ തിങ്ക് സോ റീഡിയോ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസും ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബേസിൽ. സോ എല്ലാവരും കൂടി അതിനകത്ത് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. ഈസി അല്ല, ടഫാണ്, ബട്ട് യെസ് റിസൾട്ട് എന്തായാലും കിട്ടും അപ്കമിങ് ടൈമിൽ. കാരണം വെച്ചാൽ ഈ ഒരു ചാർട്ട് മാത്രം ഈ ഒരു ഇതിലേക്ക് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിലേക്കല്ല എലിറ്റ് വേവ് യൂസ് ആവുന്നത്. ഓവറോൾ ഫുള്ള് നമ്മുടെ സ്ട്രക്ചർ ഏത് ചാർട്ടിൽ വേണമെങ്കിൽ ഈ സ്ട്രക്ചർ നമുക്ക് റീഡ് ചെയ്യാം. ഈവൻ ഇന്ത്യൻ മാർക്കറ്റല്ല, ഫോറിൻ മാർക്കറ്റ് ആയാലും പിന്നെ നമ്മുടെ ക്രൂഡ് കമ്മോഡിറ്റീസ് അവിടെയൊക്കെ എല്ലാത്തിനും നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ 333 കറക്ഷൻ, ലീഡിങ് ഡയഗണൽ, എൻഡിങ് ഡയഗണൽ പാറ്റേൺ, ആൻഡ് ദെൻ ഇവിടുത്തെ ഈ ഒരു ബ്ലാക്ക് പൊസിഷൻ ഫസ്റ്റാണ് അന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇത് കണ്ട, അന്ന് 400 വ്യൂസ് മാത്രമേ ഉള്ളൂ ഇതുവരെ. നിങ്ങൾ വ്യൂസ് കൂടുതൽ തരുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടി മാക്സിമം ഷെയർ ചെയ്യുക, അപ്പോഴേ കൂടുതൽ വ്യൂസ് കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്കമിങ് ടൈമിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ്, സോ എലിറ്റ് വേവിൻ്റെ നോർമൽ കൗണ്ടിങ്, മൂവ്സ് ആൻഡ് കൗണ്ടിങ്, ഇത് ബേസിക് വീഡിയോ ആണ് കേട്ടോ. ഈ ബ്ലാക്കിൽ ഇത് 2025. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ന്യൂസ് ഫ്ലോ എങ്ങനെ വരും, ഏത് വേവിൽ എങ്ങനത്തെ ന്യൂസ് വരും, അതൊക്കെ എല്ലാ എലിറ്റ് വേവ് നമുക്ക് പറഞ്ഞു തരും. റൈറ്റ്, അങ്ങനെയാണ് അത് യൂഷ്വലി അങ്ങനെയാണ്. ഞാനും പഠിച്ചിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഫ്രീ ആണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെ. സോ കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു പ്രീമിയം ചാനലല്ല, ആർക്കും നമ്മൾ പൈസ ഒരു പെയ്ഡ് കോഴ്സ് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫ്രീ ആണ്. എല്ലാവരും കൂടി യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് പഠിക്കാം മസ്റ്റായിട്ട്. എലിറ്റ് വേവിൻ്റെ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ABC കറക്ഷൻ മസ്റ്റായിട്ട് പഠിക്കാനുള്ളതാണ്. ABC കറക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ, മോസ്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ABC കറക്ഷൻ്റെ നോർമൽ പാർട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ നമ്മൾ നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ബ്ലൂ ഈ ഒരു പൊസിഷനാണ് ഇത്. ഈ ബ്ലൂ നോർമൽ കറക്ഷനാണ്. ഇതിൻ്റെ 3-4-5 പാർട്സ് ഉണ്ട് ABC കറക്ഷൻ്റെ. അതെന്താണ്, ഡീപ്പ് നോളേജാണ്. ഡീപ്പ് നോളേജ് മീൻസ് ടഫായിരിക്കും. ആഫ്റ്റർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഒരു 2 years മിനിമം പ്രാക്ടീസ് ചെയ്യണം എലിറ്റ് വേവിൽ. അത് കഴിഞ്ഞിട്ട് ABC കറക്ഷനിലേക്ക് വരാവുള്ളൂ എന്നാണ്. കാരണം വെച്ചാൽ അത് ഈ സൈഡ് വേസ് മാർക്കറ്റ് പറയില്ലേ, അതാണ് ഇതിൻ്റെ അർത്ഥം. ABC കറക്ഷൻ സൈഡ് വേസ് മാർക്കറ്റ്, മോസ്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. റൈറ്റ്, എല്ലാവർക്കും വീക്കിലി നമ്മൾ നോക്കുകയാണെങ്കിൽ 1-2 ദിവസം മൂവ് ഉണ്ടാകും, ബാക്കിയല്ല സൈഡ് വേസ്. സോ സൈഡ് വേസിൽ എങ്ങനെ പ്ലേ ചെയ്യേണ്ടതാണ് ABC കറക്ഷൻ. സോ ഇമ്പൾസ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, ബട്ട് കറക്ഷൻ ഭയങ്കര ടഫാണ്. കറക്ഷൻ റീഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എക്സ്പാൻഡഡ് ട്രയാങ്കിൾ ഇതൊക്കെ എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുവരെ. സോ എല്ലാവരും മസ്റ്റായിട്ട് അത് കാണണം, ആ വീഡിയോസ് കാണണം, അതൊരു പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഡിഫറെൻറ്റ് ചാർട്ടിൽ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അതനുസരിച്ച് പ്ലേ ചെയ്യാൻ പറ്റും. റൈറ്റ്, നിഫ്റ്റി. സോ ഇമ്പൾസ് ഇത് എങ്ങനെയാണ്, ഇതിനകത്ത് നമ്മൾ 1 2 3 4 5 ഈ ഇമ്പൾസിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്താണ്, കുറച്ച് ന്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡിഫറെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്.
ഇതൊക്കെ ബേസിക്കാണ്. ബേസിക് അവിടുന്ന് വീഡിയോസ് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പഠിക്കാനുള്ളത് എന്താണ് നമുക്ക് കറക്ഷൻസ് ഉണ്ട്, റൈറ്റ്. ഈ ഫസ്റ്റ് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ റെഡി ആവുന്നത് ഫസ്റ്റ് എപ്പോഴും ഈ വേവാണ്. ഏതാണ് ഫസ്റ്റ്? വൺ വേവ് എപ്പോഴും ബോട്ടം എങ്ങനെ ഫൈൻഡ് ചെയ്യണോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ബേസിക് അതാണ്. അത് കഴിഞ്ഞാൽ ഓൾറെഡി പഴയ വീഡിയോസിലുണ്ട്. അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണ്. സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ വരിക, പ്രാക്ടീസ് ഡെയിലി ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൻ്റെ അതാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദെൻ ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് സെക്കൻഡ് റീട്രേസ്മെൻറ്റ് വരും. സെക്കൻഡ് റീട്രേസ്മെൻറ്റിൽ എനിക്ക് പറയാനുള്ളത് എപ്പോഴും എന്താണ്, സെക്കൻഡ് റീട്രേസ്മെൻറ്റ് വരുമ്പോൾ സപ്പോസ് പ്രൈസ് ഇതാണ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ എപ്പോഴും കംപ്ലീറ്റ് ആയ ഫസ്റ്റ് വേവിൻ്റെ ഹൈ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് വേവ് ചില സമയത്ത് ചെറിയൊരു റീട്രേസ്മെൻറ്റ് മാത്രമേ തരുള്ളൂ. ഓക്കെ, സോ ചെറിയൊരു റീട്രേസ്മെൻറ്റ് തരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് അതിൻ്റെ മിനിമം റേഷ്യോ ആണ് ഇവിടെ വരുന്ന 23 ഇത് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുക കേട്ടോ. പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്ത് സെറ്റിങ്സിൽ പോവുക, ഇവിടെ വരിക, ലാസ്റ്റിൽ നമ്മളെ ഒരു ഓപ്ഷൻ വരും ഇവിടെ വാല്യൂസ്, ഇത് പെർസെൻറ്റേജ്. ഓക്കെ, സോ മിനിമം റേഷ്യോ ആണ് 23.608%. ബട്ട് മിനിമം റേഷ്യോ ഇതിനകത്ത് കാണിക്കുന്നത് 14% ഉണ്ട് റേഷ്യോ. ബട്ട് ഇലീറ്റ് വേവിൽ പ്രോപ്പർലി നമ്മൾ പറയണത് എപ്പോഴാണ്, ഇപ്പോൾ സപ്പോസ് റീട്രേസ്മെൻറ്റ് 38.20% എന്തായാലും വരണം സെക്കൻഡ് വേവ്. അതിൻ്റെ മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്യും 23.60% വരെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോയി. ആൻഡ് ഇതിൻ്റെ ഹൈ ഇവിടെ വരെ വന്നു. ആൻഡ് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സിനാരിയോയിൽ ഇത് നമുക്ക് ഇത് പറയാൻ പറ്റില്ല, സെക്കൻഡ് വേവ് എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? സെക്കൻഡ് വേവ് അത് പറയാൻ പറ്റത്തില്ല നമുക്കത്. അത് മീൻസ് വേറെ എന്തെങ്കിലും ആവാം. ABC കറക്ഷൻസിലേക്ക് പോകാം. WXY പല കറക്ഷൻസ് ഉണ്ട്. WXY ഞാനിപ്പോൾ പറയണില്ല, അതിൻ്റെ വായിന്ന് വന്നു എന്ന് വെച്ചാൽ കാരണം അത് ഒത്തിരി ടഫാണ്. WXY അപ്കമിങ് ടൈമിൽ പഠിക്കാം. ഓക്കെ, അതെങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യണോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്കമിങ് ടൈമിൽ. ഓക്കെ, സോ പ്രൈസ് എപ്പോഴും ശ്രദ്ധിക്കുക 38.20% എനി ഹൗ വരണം സെക്കൻഡ് വേവ് ആണെങ്കിൽ. ഓക്കെ, സെക്കൻഡ് വേവ് സം ടൈംസ് അവരെന്ത് ചെയ്യും, സെക്കൻഡ് വേവ് 38.20% വരും. ഓക്കെ, 38.20% വരിട്ട് തേർഡ് മോളിലേക്ക് പോകാൻ തുടങ്ങും. ബട്ട് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യില്ല. ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യാതെ ഇവിടെ തന്നെ നിൽക്കും. സോ അത് 2 പാർട്ട് തന്നെയാണ്, റൈറ്റ്. ആൻഡ് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ താഴേക്ക് വന്നിട്ട് ഇതിൻ്റെ ലോ ബ്രേക്കാണ്. അത് 2 തന്നെയാണ്, കൺസൾട്ടേഷനാണ് അത്. 2 കൂടുതൽ കൺസൾട്ടേഷനാണ്. ഓക്കെ, സോ ഇതിൻ്റെ കൺഫർമേഷൻ എപ്പോഴും കിട്ടും നമുക്ക് 2 കംപ്ലീറ്റ് ആയി 1 ഡേ ഹൈ ബ്രേക്ക് ആയാൽ മിനിമം റേഷ്യോ 38.20% ആണ്. ആൻഡ് ദെൻ 1 ഡേ ഹൈ ബ്രേക്ക് ആയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് സെക്കൻഡ് ബോട്ടം ആയിരുന്നു ഇത്. ആൻഡ് അതാണ് നമ്മുടെ SL ആയിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ മാക്സിമം ഇത് 81.20% വരാവുള്ളൂ. ഞാനിത് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. യെസ്, ഇത് ചേഞ്ച് ചെയ്തു. ഇതാണ് മാക്സിമം 81.20% വരാവുള്ളൂ. ഇവിടെ വന്നൊരു ബുള്ളിഷ് കാറ്റലിസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്യണം, എന്നിട്ട് നമുക്കത് പറയാവുള്ളൂ. ഓക്കെ, സോ ഇത്രയായി. ബാക്കി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നു. ഓൾറെഡി ഇതാണ്. സപ്പോസ് പ്രൈസ് ഇവിടെ വരെ വന്നു 81.20% വരുമ്പോൾ 61.80% വരെ വന്നു. ആൻഡ് ദെൻ തേർഡിൻ്റെ ഹൈ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡെയിലി ഇപ്പോൾ സപ്പോസ് ഇത് ഷാർപ്പാണെങ്കിൽ, ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഷാർപ്പില്ല, ഇതാണ് ഷാർപ്പ്. 1 മിനിറ്റ് ടൈം ഇവിടെ ഇത് വരിക. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഷാർപ്പ്. ഇത് കണ്ട എത്ര കണ്ടിന്യൂസ് 1 2 3 4 സഡൻ റീട്രേസ്മെൻറ്റ് എടുക്കുക. അത് സഡൻ അതാണ് ഷാർപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതാണ് ഇത്? ഈ ഒരു പോർഷൻ മാർക്ക് ചെയ്യണോ ഞാൻ? ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇതാണ് ഷാർപ്പിന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോ ഈ ഒരു പോർഷൻ ഇത് കണ്ട ഷാർപ്പിന് പറഞ്ഞാൽ ഫാസ്റ്റ് വരുന്ന ഫോൾ നിർത്താതെ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഷാർപ്പ് വരികയാണെങ്കിൽ സോ നമ്മൾ അപ്പോൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് പറയാം പ്രൈസ് എന്ത് ഫോർത്ത് ആ ഒരു സിനാരിയോയിൽ ഫോർത്ത് വേവ് സ്ലോ ആയിരിക്കും. സെക്കൻഡ് വേവ് ആണ് തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് എങ്ങനെയായിരിക്കും. സോ ആ ഒരു സിനാരിയോ തേർഡ് ഇമ്പൾസിലേക്ക് പോകാം. യെസ്, തേർഡ് ഇമ്പൾസിലേക്ക് ഫാസ്റ്റ് പോകാം. ബട്ട് ഫോർത്തിൻ്റെ കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇതായിരിക്കും. ആ ഒരു സിനാരിയോയിൽ സെക്കൻഡ് വേവ് ഫാസ്റ്റ് ആണെങ്കിൽ ഫോർത്ത് വേവ് സ്ലോ ആയിരിക്കും. എത്ര സ്ലോ ആയിരിക്കും? ഇവിടെ വരുന്ന ഒരു സ്ലോ ലൈവാണ്. മീൻസ് നിഫ്റ്റിയുടെയും ഇത് ഓൾമോസ്റ്റ് ഇതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. ഇത് കണ്ട സ്ലോ കണ്ട മീൻസ് എത്ര ക്യാൻഡിൽസ് ഇത് 1 2 3 4 ക്യാൻഡിൽ എടുത്തു. ഇത് കണ്ട 1 2 3 4 5 6 7 8 9 10 എത്ര ക്യാൻഡിൽസ് കൂടുതൽ എടുക്കുന്ന ടൈം.
ഇതിൻ്റെ ഡീപ്പ് എക്സ്പ്ലനേഷൻ ഞാൻ അപ്കമിങ് ടൈമിൽ തരാൻ പറ്റും. എനിക്ക് ക്യാൻഡിൽസ് എത്ര എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ തരാൻ പറ്റത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ജസ്റ്റ് ഷെയർ ചെയ്യണുള്ളൂ. കാരണം വെച്ചാൽ കുറച്ചുകൂടി ഐഡിയ കിട്ടണമല്ലോ. ഞാൻ പ്രോമിസും ചെയ്താൽ ലേണിംഗ് വീഡിയോ ഉണ്ടാക്കാൻ പോകുക. ഞാൻ ഓർത്തു ഈ ഒരു സിനാരിയോ ഐ തിങ്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ കാര്യം മനസ്സിലായോ? സെക്കൻഡ് ഷാർപ്പ് ആണെങ്കിൽ ഫോർത്ത് നമുക്കറിയാൻ പറ്റും ഫോർത്ത് സ്ലോ ആയിരിക്കും. ടൈം ടേക്കിങ് ഇതിനെക്കാളും കൂടുതൽ ടൈം ടേക്കിംഗ് ആയിരിക്കും. സോ പിന്നെ സെക്കൻഡ് സ്ലോ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫോർത്ത്. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. സോ സപ്പോസ് ഇത് 10 ക്യാൻഡിൽസ് എടുക്കുകയും ഇത് 5 കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ അപ്പം നമുക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതിൻ്റെ നമുക്ക് ഗുണം എന്താണ് അങ്ങനെ. അതാണ് ഓപ്ഷൻ ബയേഴ്സ്. നമ്മളെ മോസ്റ്റ്ലി എല്ലാവരും 90% നമ്മളെ എല്ലാവർക്കും അറിയാം. നമ്മളെ മോസ്റ്റ്ലി എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരും ഇതിനകത്ത് 95% എല്ലാവരും ഓപ്ഷൻ ബയേഴ്സ് ആയിരിക്കുള്ളൂ. ഈവൻ ഞാനും അങ്ങനെ തന്നെയാണ്, ഓപ്ഷൻ ബയർ ആയിരിക്കുള്ളൂ. സോ ഓപ്ഷൻ ബയർക്ക് എവിടെയൊക്കെ കയറാൻ പറ്റും? സെക്കൻഡ് വേവ് ഷാർപ്പ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഫോർത്ത് നമുക്ക് വേണ്ടിയല്ല. സെക്കൻഡ് സ്ലോ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫോർത്ത്. ദാറ്റ് മീൻസ് ഫോർത്ത് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഫോർത്ത് കിട്ടുമെന്ന് വെച്ചാൽ ഫോർത്ത് നമുക്ക് വേണ്ടിയാണ്. ഓപ്ഷൻ ബയർക്ക് വേണ്ടി. ദാറ്റ് മീൻസ് ഷാർപ്പ് ഫാൾ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അത് ഐ തിങ്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഇത്ര ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, പിന്നെ ഈ വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്ന ഇതുകൊണ്ട് ഗുണം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ തേർഡ് വേവ് ആയി. തേർഡ് ഇമ്പൾസീവ് മൂവ് ആണ്. 5 മൂവ്സിൽ പോകുള്ളൂ. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെ തേർഡ് വേവ് എങ്ങനെ. തേർഡ് വേവ് ഇമ്പൾസ് ആണ് മോസ്റ്റ്ലി 50 എപ്പോഴും കൂടുതൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് കേട്ടോ. മിനിമം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം, ബെറ്റർ 75 ടൈം ഫ്രെയിം. വെരി ഗുഡ് റിസൾട്ട് കിട്ടുന്നത് ഇല്ലിറ്റ് വേവിൻ്റെ 1 ഡേ ചാർട്ടിലാണ്. റൈറ്റ്, 15 മിനിറ്റ്സിന് താഴെ പോയാൽ അത് റിസ്ക് കൂടും. മീൻസ് വോളറ്റിലിറ്റി കുറച്ചുകൂടി കൂടുതലായി വോളറ്റൈലായിരിക്കും ഓരോ സിനാരിയോയിൽ. പ്രോപ്പർലി വർക്ക് ചെയ്യും ഇല്ല എന്നല്ല, റിസൾട്ട് കിട്ടാറുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ സാധനങ്ങളൊക്കെ. ബട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും റിസ്ക്കിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ സപ്പോസ് ഇപ്പോൾ ക്ലിയർ ആയാലും സെക്കൻഡ് ഷാർപ്പാണ്, ഫോർത്ത് സ്ലോ ആണ്. ഓക്കെ, സെക്കൻഡ് ഷാർപ്പാണ്, ഫോർത്ത് സ്ലോ ആണ്. ഫോർത്ത് സ്ലോ ആണെങ്കിൽ ഫിഫ്ത്ത് വേവ് ഷാർപ്പായിരിക്കും. റിസൾട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വേവ് ആയിരിക്കും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തത് മറ്റ് നെക്സ്റ്റ് വരുന്ന വേവ് എങ്ങനെയായിരിക്കും. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി പറയാം. ഫോർത്ത് വേവ് ഞാനിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താ? സെക്കൻഡ് വേവ് ഷാർപ്പാണ്, ഫോർത്ത് വേവ് സ്ലോ ആണ്. ഓക്കെ, സെക്കൻഡ് വേവ് ഷാർപ്പാണ്, ഫോർത്ത് വേവ് സ്ലോ ആണ്. സോ ഫിഫ്ത്ത് വേവ് എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. ഫോർത്ത് വേവ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഫിഫ്ത്ത് വേവ് എങ്ങനെയായിരിക്കും. റൈറ്റ്, ആൻഡ് എനിഹൗ നമ്മുടെ ഇതിൻ്റെ ടാർഗറ്റ് മിനിമം 127% എന്തായാലും വേണം. മിനിമം 127% എന്തായാലും അടിക്കണമെന്നാണ് ആസ് പെർ ഇല്ലിയറ്റ് വേവ് റൂൾ, ആസ് പെർ ഇല്ലിയറ്റ് വേവ് തിയോറി. എൻ്റെ അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല ഒന്നും നടക്കുന്നത്. ഇല്ലിയറ്റ് വേവ് ബുക്സിൽ അങ്ങനെ ഉണ്ടാകും. വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. ബട്ട് ഇങ്ങനത്തെ വീഡിയോസ് ആരും ഷെയർ ചെയ്യാറില്ല. ഐ തിങ്ക് യൂട്യൂബ്സിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ടാകും. ഇല്ലിയറ്റ് വേവിൻ്റെ ഇങ്ങനത്തെ ഒരു ഡീപ്പ് നോളേജ് ആരും ഷെയർ ചെയ്യാറില്ല. അപ്പോൾ പ്ലീസ് എല്ലാവരും കൂടി മസ്റ്റായിട്ട് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം കമൻറ്റ് തരണം കേട്ടോ. സോ ഇപ്പോൾ ക്ലിയറായി. റൈറ്റ്, ഫോർത്ത് സ്ലോ ആണെങ്കിൽ ഫിഫ്ത്ത് ഷാർപ്പ് ആയിരിക്കും. ഇൻ കേസ് സിനാരിയോ ഓപ്പോസിറ്റ് ആണ് സപ്പോസ്. ഓക്കെ, ഈ സിനാരിയോ ദാറ്റ് മീൻസ് സെക്കൻഡ് വേവ് ഭയങ്കര ടൈം ടേക്കിംഗ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ കുറേ ക്യാൻഡിൽസ് എടുത്തു. ഓക്കെ, ആൻഡ് സെക്കൻഡ് വേവ് നമ്മുടെ ടൈം ടേക്കിംഗ് ആയി. സോ ഫോർത്ത് വേവ് എന്തായി? ഷാർപ്പായി. ഓക്കെ, ഫോർത്ത് വേവ് ഷാർപ്പാണെങ്കിൽ ഷാർപ്പ് വന്നു. ഫിഫ്ത്ത് വേവ് സ്ലോ ആകും. ആൻഡ് ഫിഫ്ത്ത് വേവ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതൽ ആയിരിക്കും. ഓക്കെ, വീണ്ടും ശ്രദ്ധിച്ചോ. ഇതൊക്കെ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്യണം. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ആൻഡ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫിഫ്ത്ത് വേവ് സ്ലോ ആകും ആൻഡ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ. സോ ഈ ലാസ്റ്റ് വേവ് ആയിരിക്കും ഡിസൈഡ് ചെയ്യണത്. എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വേവ് ഇമ്പൾസീവ് ആയിരിക്കും, സ്ലോ ആയിരിക്കും, ഓപ്ഷൻ ബയേഴ്സിന് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലറിന് വേണ്ടി ആയിരിക്കും. ഓക്കെ, സോ ഈ രണ്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നെക്സ്റ്റ് മൂവ് എങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. ഈ ഫോർത്തിൻ്റെ മൂവ് ഷാർപ്പാണെങ്കിൽ, ഫാസ്റ്റ് ഷാർപ്പ് വരുന്ന ഫോൾ ആണെങ്കിൽ ഫിഫ്ത്ത് വേവ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആൻഡ് സ്ലോ ആയിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ കാണിച്ചിട്ട് ഭയങ്കര സ്ലോ ആയിട്ടുമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ് തരാൻ പോകുന്നത്. ഓക്കെ,
സോ ഐ ഹോപ്പ് സോ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്, ഞാൻ ഒത്തിരി ലോങ് ആണ് ഉണ്ടാക്കാറുള്ളൂ യൂഷ്വലി, ചെറിയൊരു വീഡിയോ ആണ്, ബട്ട് ബെറ്ററാണ്, നല്ലപോലെ റിസൾട്ട് തരും, നല്ലപോലെ ഐഡിയ കിട്ടും. ഇത് അങ്ങനെയൊക്കെ അല്ല, മീൻസ് ടെക്നിക്കൽ പല ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യണത് അങ്ങനെ ടെക്നിക്കൽ എലൈറ്റ് വ്യൂവിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു പാർട്ടാണ്. ടൈം ടിക്കിങ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റും, മീൻസ് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടും. നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. ഡിഫറെൻറ്റ് ചാർട്ട്സ്, നിഫ്റ്റി ആയാലും ബാൻ നിഫ്റ്റി ആയാലും ഡിഫറെൻറ്റ് ചാർട്ട്സ്, സ്റ്റോക്സിൻ്റെ ചാർട്ട് ആയാലും, ലൈവ് മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഡൗ ജോൺസ് ഉണ്ട്, പിന്നെ നാസ്ഡാക്ക് ഉണ്ട്, ലൈവ് ആണ് അതൊക്കെ എല്ലാം. പിന്നെ ബിറ്റ് കോയിൻസ്, അതൊക്കെ എല്ലാത്തിനും ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. മീൻസ് നിങ്ങൾ വീക്കെൻഡ് ആണെങ്കിൽ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ആണ്, സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആണ്, നമ്മുടെ മാർക്കറ്റ് ഇവിടെ എന്തായാലും ഇല്ലായിരിക്കും. സോ സാറ്റർഡേ സൺഡേ മോസ്റ്റ്ലി എല്ലാവർക്കും ലീവായിരിക്കും. ഒത്തിരി നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കൊക്കെ മുടക്കായിരിക്കും വീക്കെൻഡിൽ. സോ അവർ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ബിറ്റ് കോയിൻസും അതൊക്കെ നോക്കാം, അവിടെയൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്ലീസ് എല്ലാവരും കൂടി മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് റിസൾട്ട് എന്താണ് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയണം, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ല എന്നത് പറയണം. മാക്സിമം ഷെയർ ചെയ്യുക പ്ലീസ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക മറക്കണ്ട. താങ്ക്സ്.